ഇന്നത്തെ ഒരു ദിവസം ഞാൻ എങ്ങനെ ചിലവഴിച്ചു എന്ന് കാണിച്ചു തരാം. വായോ. ഇത് രാവിലെ ഒരു 6:30 എങ്ങോട്ടായി കാണും. കാരണം ഞാൻ നല്ല ഉറക്കപ്പിച്ചാണ്. നിങ്ങൾ വിചാരിക്കും ഞാനെന്ത് രാവിലെ എന്ന്. വേറെ ഒന്നുമല്ല, ചേച്ചീനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാൻ വേണ്ടിയാട്ടോ. നോക്ക് ഗൈസ്, മുഖത്തേക്ക് നല്ല സൂര്യവെട്ടം. അപ്പൊ എന്നത്തെ പോലെ എന്നാ ഉണ്ട് ഗൈസ്, സുഖമല്ലേ? ഇന്ന് നേരത്തെ എഴുന്നേറ്റത് കൊണ്ടാണോ എന്നറിയില്ല, നല്ലൊരു സുപ്രഭാതം കാണാൻ പറ്റി. നോക്കി, എന്താ ഒരു ഭംഗിയല്ലേ. വരുന്ന വഴിക്ക് ഒരു നായക്കുട്ടിയെ, കൊയ്ത്ത് കഴിഞ്ഞ പാടത്തെ കൊക്കകളും കുറച്ച് മൂടൽമഞ്ഞും നേരിയ തണുപ്പും പിന്നെ ആ സൂര്യനും, എന്താ ഭംഗിയല്ലേ. ശേഷം ചേച്ചിയെ ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയിരുന്നു. അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ വരുന്ന വഴിയും പോകുന്ന വഴിയും ഭയങ്കര മണം. അത് ഈ പൂവിന്റെ ആണെന്ന് പിന്നെയാണ് മനസ്സിലായത് ഗൈസ്. നിങ്ങൾക്ക് ഈ പൂവിന്റെ പേരറിയെങ്കിലും ഒന്ന് പറയണേ. ഇന്ന് നേരത്തെ എഴുന്നേറ്റ് ചേച്ചിനെ കൊണ്ടാക്കിയതിന് ശേഷം തിരിച്ചു വന്നൊരു ഒറ്റ കയറി കിടപ്പായിരുന്നു. പിന്നെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടാട്ടോ ഞാൻ എഴുതുന്നത്. സമയം നോക്കുമ്പോൾ 1 മണി. കുഞ്ഞു കരഞ്ഞത് വേറെ ഒന്നും കൊണ്ടുമല്ല കേട്ടോ, അവള് കത്തിയെടുത്ത് കളിച്ചതാ. വിരല് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ എന്റെ അടുത്ത് വന്ന് കിടന്നുറങ്ങി. രാവിലെ കുളിച്ചുമില്ല, പല്ല് തേച്ചുമില്ല. രാവിലെ കണ്ട സൂര്യൻ ഉച്ചയിൽ ഉദിച്ചു. എന്താല്ലേ, ഇനി ഞാൻ പോയി പല്ല് തേച്ച് കുളിച്ചിട്ട് വരാട്ടോ. ഞാൻ കുളിച്ചിട്ടാ. കുളിച്ചു കഴിഞ്ഞ് നേരെ വന്നത് തിണ്ണയിലേക്കാട്ടോ. അപ്പോഴത്തേക്കും വണ്ടി മൊത്തത്തിൽ വെയിലത്ത് തന്നെയായിരുന്നു. വണ്ടി ഒന്ന് തണലത്തോട്ട് മാറ്റട്ടെ. വായോ, കുറച്ച് സൺസ്ക്രീൻ മുഖത്ത് തേക്കാം. പിന്നെ രാവിലത്തെ ഫുഡ് ഉച്ചക്കാട്ടോ കഴിച്ചത്. ദോശയും അണ്ടിയും മാങ്ങയോ അങ്ങനെ എന്തോ കറിയായിരുന്നു കേട്ടോ. അതായത് കോഴി പാർട്സ്. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് കേടായതുകൊണ്ട് അടുത്ത വീട്ടിലാട്ടോ വെള്ളം വെക്കുന്നത്. ഈ ചൂടത്ത് തണുത്ത വെള്ളം കുടിക്കഴിഞ്ഞിട്ട് എന്തോ വരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ പോയി വെള്ളം എടുത്ത് കുടിച്ചു. ഒരു കുപ്പി വെള്ളം അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. പിന്നെ നമ്മളിവിടുത്തെ പയ്യന്മാരും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവന്മാരായിട്ട് പിന്നെ കുറെ നേരം സംസാരിച്ചിരുന്നു. സത്യം പറഞ്ഞ് ഇന്ന് നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 3:30-4 മണി അപ്പോൾ ഞാനും എൻ്റെ കമ്പനിക്കാരനും കൂടെ കുമാരനല്ലൂർ വരെ പോയി ഒരു ഹാർഡ് ഡിസ്കും ഒരു മെമ്മറി കാർഡും കൂടെ കൊടുക്കാനായി. അങ്ങോട്ട് ഞാൻ ഓടിച്ചു, ഇങ്ങോട്ട് അവനെ ഓടിച്ചു. നോക്കിക്കേ, ഇത് എന്നേക്കുമായി നഷ്ടപ്പെടാനിരിക്കുന്ന ഞങ്ങളുടെ ഗ്രൗണ്ടാട്ടോ. എന്തോ ഒരു കോളേജ് വരുവാന്നാണ് പറച്ചില്. ശേഷം ഞാൻ ഏറ്റുമാനൂർ പോയി ചേട്ടന് 2 ഷർട്ട് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാനായി. നോക്കിക്കേ, കിഴക്കുതിച്ച സൂര്യൻ പടിഞ്ഞാറായി. ഈ ഒരു സൂര്യവട്ടം അത് നല്ല രസമല്ലേ. പിന്നെ വീട്ടിൽ വന്നു, കുറച്ച് പ്ലേറ്റ് ഉണ്ടായിരുന്നു, അത് കഴുകി. പിന്നെ മെരക്കാകെ വന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട്. പിന്നെ എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ചു, ഗെയിം കളിച്ചു, അങ്ങനെയൊക്കെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗേസ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരായിരിക്കും. ടാറ്റ, ബൈ ബൈ.